ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം വീഡിയോയിലേക്ക് പോകാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിരുന്ന ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചാനൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ചാനൽ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് തുറന്നു പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോവുക. ഈ ചാനലിൻ്റെ തമ്പനെയിൽ കാണുമ്പോൾ കയറാതിരിക്കുക. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വിമർശനങ്ങളുമായിട്ട് ഈ ചാനലിലേക്ക് വിമർശിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിമർശിക്കാം. അതിനുള്ള ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ വെറുതെ ആർക്കൊക്കെയോ വേണ്ടി കരയുന്ന പോലെയുള്ള ആ ഒരു എന്താണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആ കമൻറ്റുകൾക്കൊക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ജസ്ന സലീമിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വന്നിട്ട് കുറേ ആളുകൾ കരയുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ. ജസ്ന അവള് പാവം, അതിന് അറിയാവുന്ന ജോലി ചെയ്ത് അത് ജീവിച്ചോട്ടെ, നിനക്കെന്താ പ്രശ്നം? നീ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഉത്തര വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ധർമ്മത്തിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഉത്തര വീഡിയോ ചെയ്യുന്നത് ഉത്തരയുടെ ചാനലിലാണ്. അല്ലാണ്ട് ഈ മൊബൈലും പൊക്കിക്കൊണ്ട് ഒരു പള്ളികളുടെ മുന്നിൽ ഞാൻ പോയി നിൽക്കുന്നില്ല. നിന്നാൽ നിങ്ങൾ എന്നെ വെറുതെ വിടോ? നിങ്ങൾ ആ സ്പോട്ടിൽ എന്നെ തല്ലി അടിച്ച് ഒതുക്കി ഒരു മൂലക്കിരുത്തും. വേണമെങ്കിൽ എൻ്റെ വീടിന് വന്ന് തീയിടും നിങ്ങൾ. അപ്പോൾ അത്രയും മനസ്സിലാക്കുക. ജസ്ന സലീമിനെ നമ്മൾ എതിർത്തത് എവിടം തൊട്ടാണ്? നിങ്ങൾ ഒരു വട്ടം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ പെൺകുട്ടി ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും 10 പേര് അറിയപ്പെടുന്ന രീതിയിൽ ഒരു സെലിബ്രിറ്റി ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു ഇസ്ലാമികളും അല്ല, അത് ഹിന്ദുക്കൾ മാത്രമാണ് അവരെ അത്രയും ഉയർത്താനുണ്ടായ കാര്യം. പലരും പറയുന്നുണ്ട് ഹിന്ദുക്കൾ മണ്ടന്മാരാണെന്ന്. ഒരു പരിധി വരെ അത് കറക്റ്റ് തന്നെയാണ്. ശരിക്കും വെളുത്തതെല്ലാം പാലെന്ന് കരുതി വിശ്വസിക്കും. അതാണ് ഏറ്റവും വലിയ കുറവ്. പ്രത്യേകിച്ചും ആരെങ്കിലും ഒരു കുറിയിട്ട്, അല്ലെങ്കിൽ കുറിയിട്ടില്ലെന്ന് വെച്ചോ, ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് വിളിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു ഭിക്ഷാപാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് കയ്യിലിരിക്കുന്ന പൈസ മൊത്തം എറിഞ്ഞു കൊടുക്കും. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കത്തില്ല. അതിൻ്റെ കൂടെ കുറച്ച് പൊങ്ങച്ചവും കൂടുതലായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ പറയുകയും വേണ്ട. ആരെയും വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല. എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടിയിട്ടോ മാനസികമായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പറയത്തില്ല. എനിക്ക് കറക്റ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ജസ്ന സലീം കാണിച്ച, ജസ്ന സലീമിനെ പലരും പറയുന്നുണ്ട്, ജസ്നയെ നിങ്ങൾ തന്നെയല്ലേ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നത് ഹിന്ദുക്കളെ, എന്നിട്ട് നിങ്ങൾ തന്നെ പടായ എന്നും പറഞ്ഞ് തറയിൽ ഇട്ടില്ലേ എന്ന് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നു. അത് ഒരു പരിധി വരെ കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ ഒരു നാണയത്തിൻ്റെ 2 വശം എന്ന് പറഞ്ഞതുപോലെ ഒരു ഭാഗം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മറുഭാഗം നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണാൻ ഒട്ടും വൃത്തിയും മെനയില്ലെങ്കിൽ പോലും ഭക്തിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു അന്യമതസ്ഥയായ പെൺകുട്ടി വരച്ച ചിത്രമല്ലേ, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അല്ലേ ആ ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവും ഭക്തിയും ബഹുമാനവും കൊണ്ട് ആളുകൾ ആ ചിത്രങ്ങൾ സ്വന്തമാക്കി. പറയുന്ന വില കൊടുത്തു മേടിച്ചു പലരും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പടങ്ങൾ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പിന്നീട് ഈ പെണ്ണ് ഈ പടങ്ങളൊക്കെ വലിയ വലിയ സെലിബ്രിറ്റികൾക്ക് കൊടുത്തു. എന്തിന് പറയുന്നത്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരെ മേടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പല ആളുകൾക്കും ഇവൾ അത്രയും വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു ചിന്തയായി. അപ്പോൾ ജസ്ന സലീമിൻ്റെ കയ്യിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് വരെ ഫോട്ടോ കൊടുത്ത, അല്ലെങ്കിൽ ആർക്കാണ്, സുരേഷ് ഗോപിക്ക്, അല്ലെങ്കിൽ ദിലീപിന്, അല്ലെങ്കിൽ ഒരുപാട് ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സെലിബ്രിറ്റികൾക്കൊക്കെ ഫോട്ടോ കൊടുത്ത ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ
അത് നമുക്കൊരു അന്തസ്സല്ലേ. നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴത്തേക്ക് ദേ ജസ്ന സലീമിൻ്റെ കയ്യിൽ നിന്ന് ദേ നമ്മൾ ദേ 10,000 അല്ലെങ്കിൽ 20,000 50,000 70,000 1 ലക്ഷം 1.5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ഫോട്ടോയാ ദേ ആ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ കാണുന്ന ആ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ ഈ ഫോട്ടോ മേടിച്ചു, ഇപ്പോഴും ഇരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ആളുകൾക്ക് ജസ്നയെ ഇഷ്ടമല്ലാതായ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് ഗോഷ്ഠികൾ കാണിക്കാൻ തുടങ്ങിയ സമയം. ആ ഒരു സമയം തൊട്ട് മാത്രമാണ് ഈ സ്ത്രീയെ മറ്റുള്ളവർ വെറുത്ത് തുടങ്ങിയത്. അല്ലാതെ അവർ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ മേടിച്ചു, ഫോട്ടോയ്ക്ക് വില കൂടി എന്നും പറഞ്ഞിട്ടൊന്നും ആരും അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ ചാനലിൽ വന്നിട്ട് കരഞ്ഞ് മെഴുകിയ കുറേ ആളുകളുണ്ട്. ആ ഉത്തര ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉത്തരയ്ക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉത്തര വീഡിയോ ചെയ്തു, ജസ്ല ചെയ്തതും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ ആളുകളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ജസ്ല ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ജസ്ലയ്ക്ക് ഒരു വീട് വെക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും ഒരു ഫോട്ടോ ജസ്ലയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്കത് ഹറാമാണെന്നുള്ള കാര്യം സത്യസന്ധമായ കാര്യമാണ്. എന്നാലും ജസ്ലയെ സഹായിക്കാം എന്ന് കരുതിയിട്ട് ഒരു ഫോട്ടോ മേടിച്ചിട്ട് നിങ്ങളെ വീടിനകത്ത് നിങ്ങൾ കൊണ്ട് കയറണ്ട. നിങ്ങളെ വീട്ടിൻ്റെ മച്ചിൻ്റെ മണ്ടയിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞൂടെ? നിങ്ങൾക്ക് പൊടി പിടിച്ച് കിടക്കുന്ന എവിടെയെങ്കിലും കൊണ്ട് കളാം നിങ്ങൾ. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ചെയ്യേണ്ട. ഏതൊരു മതത്തിലായാലും അതൊരു ദൈവമാണെന്നല്ലേ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ ജസ്ലയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഒരു ഒരു അതായത് ഒരു മുസ്ലിം സഹോദരനോ ഒരു കാര്യം സഹോദരനോ സഹോദരിയോ ജസ്ലയെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു ചിത്രം മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദുക്കൾക്ക് കൊടുക്കാം എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് സംഭാവന കൊടുക്കുക എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുമോ? അത് നമ്മുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് എന്നെ ക്ഷേത്രത്തിൽ കൊടുക്കാം എന്നുള്ള വാക്ക് ഞാനങ്ങ് തിരിച്ചെടുക്കുകയാണ്, ഞാനതിങ്ങ് പിൻവലിക്കുകയാണ്. കാരണം അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ജസ്ല എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിനെ സഹായിക്കാം എന്ന ഒരു മനസ്സോടുകൂടി നിങ്ങൾക്ക് അവളുടെ ഒരു ഫോട്ടോ മേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്തോ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിരിക്കാമെന്ന് കമഴ്ത്തി അങ്ങ് ഇട്ടിരുന്നാൽ മതി. അങ്ങനെ പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? അതല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലുള്ള ആളുകൾ കുറച്ച് പേര് ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. നിങ്ങൾ പറയുന്നു, ജസ്ല നീ ഈ ചിത്രം വരയ്ക്കുന്നതിനോട് നമുക്ക് ആർക്കും ഒരു യോജിപ്പും ഇല്ല. ഒരു കാര്യം ചെയ്യ്, നിനക്ക് വേണ്ടുന്നത് ഒരു വീടല്ലേ? നമ്മൾ കുറച്ച് പേര് ചേർന്ന് പ്രവാസികളായാലും അല്ലാത്ത ജനങ്ങളായാലും ചേർന്ന് നിനക്കൊരു വീട് വെച്ച് തരാം. ഒരു വീടാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. എനിക്കില്ലാത്തതും അത് തന്നെയാണ്. ഒരു വീട് വെച്ച് തരാം. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ജസ്ല, നിൻ്റെ ഈ പടം വരപ്പ് നീ തൽക്കാലം അങ്ങ് ഒഴിവാക്ക്. അതിനുശേഷം നിനക്ക് ഒരു വീട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് സെറ്റാക്കി തരും എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് വേണ്ടിയിട്ട് ഇത്ര ആത്മരോഷം കൊള്ളുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ പെണ്ണിനോട്? എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടോ എന്ന്, നിങ്ങൾക്കേ അറിയാവൂ. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കൂ. ഈ കമൻ്റ് ഇടാൻ വരുന്നവർ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ ജസ്ലയെ ആദ്യമെടുത്ത് തലയിൽ വെച്ചു, പിന്നെ പടാന്നിട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ് അവരുടെ കയ്യിൽ നിന്ന് പടം വാങ്ങിച്ചിട്ടുള്ളത്. അവർ വരയ്ക്കുന്ന പടമൊന്നും അത്ര ഭംഗിയുണ്ടായിട്ടല്ല. അതേ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഞാനിപ്പോൾ ഇടുന്നുണ്ട് കണ്ണന്മാരുടെ ഫോട്ടോകൾ. അതെന്തിനാണെന്ന് വെച്ചാൽ അറിയാമോ? 1 ലക്ഷവും 1.5 ലക്ഷവും രൂപയുടെ ഫോട്ടോ എവിടെ കിടക്കുന്ന 5 രൂപയുടെയും 10 രൂപയുടെയും 500 രൂപയിൽ താഴെയുള്ള ചിത്രങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ണു തുറന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോകൾ ഇടുന്നത്. മനസ്സിലാക്കുക. അതും കലാകാരന്മാർ തന്നെയാണ് വരച്ചത്, അത് സ്വയം ഉണ്ടായി വന്നതൊന്നുമല്ല. ഇപ്പം പ്രിൻ്റ് എടുത്തെന്ന് അവകാശപ്പെടുന്നു. ഈ പ്രിൻ്റ് എടുക്കണമെങ്കിലും അതൊരാൾ വരയ്ക്കണം, എന്നിട്ടാണ് അത് പ്രിൻ്റ് ആവുന്നത്, പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ രൂപം ഇങ്ങനെ പൊട്ടി മുളച്ചത് കമ്പ്യൂട്ടറിലൊന്നും അടിച്ചെടുത്തതൊന്നുമല്ല. അത് കലാകാരന്മാർ കഴിവുകൊണ്ട് വരച്ചെടുത്തതാണ്. മനസ്സിൽ ഭഗവാന്റെ രൂപം നിറഞ്ഞു നിന്നാൽ മാത്രമേ അത്രയും ഇതായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിൽ നിറയണം ആ ഭഗവാനെ. അത് മാത്രമാണ് വിരളിൻ തുമ്പിൽ വരുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നിങ്ങൾ നോക്ക്. ഞാൻ ആ സ്ത്രീയുടെ ചിത്രത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നത്. പലരുടെയും കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾക്കുള്ളൊരു മറുപടി ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ലാതെ ജസ്ലയെ വീണ്ടും 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 കുത്തിക്കയറണമെന്ന് എനിക്ക് യാതൊരു ഇതുമില്ല, ഒരു നിർബന്ധവുമില്ല. ഒരു വിഷയം നമ്മളത് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, കോടതി ഇടപെട്ടു, അവർക്ക് വേണ്ടുന്ന ശാസനയും നൽകി. പിന്നെ അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കരയുന്ന ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. പിന്നെ അതുപോലെ കുറേ അമ്മച്ചിമാരുടെ വീഡിയോകളൊക്കെ
ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികൾ കാണുമെന്നും പറഞ്ഞ് ഉത്തരം ഇത് ഇട്ടോ, അപ്പോൾ നിങ്ങൾ ഇടുന്ന ആ ക്ലിപ്പിൻ്റെ സൈഡിൽ കിടക്കുന്നത് കുഞ്ഞു കുട്ടികൾ കാണില്ലേ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ആ ചെറിയ, അതായത് അതിൻ്റെ ക്ലിപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ചെറുതായിട്ടാണ് ഇട്ടത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഒരു ഇത് ഇടാതിരുന്നിട്ട് ഞാനത് പറയുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ക്ലിപ്പ് ചെറുതായിട്ട് കൊടുക്കാതെ പറയുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളിൽ പലരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കും, എന്നിട്ട് എന്തിയേ, ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ഇതുവരെയും, ഇതൊക്കെ എന്തിയേ, നിങ്ങൾ വെറുതെ പറയുന്നതല്ലേ എന്ന് നിങ്ങൾ തന്നെ പറയും. അതുകൊണ്ടാണ് അത് ഞാൻ മാത്രമല്ല, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഇട്ടിട്ട് തന്നെയാണ് ഇത് ആക്കുന്നത്. ഈ റിയാക്ഷൻ വീഡിയോയിൽ മാത്രം ഞാൻ ഇതിട്ടതാണോ നിങ്ങൾ കണ്ടത്? ഈ അമ്മച്ചിമാരുടെ വീഡിയോയിൽ മാത്രമാണോ ക്ലിപ്പ് ഇട്ടത് നിങ്ങൾ കണ്ടത്? ജസ്ല സലീമിൻ്റെ വീഡിയോയിൽ അത്രയും ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടില്ലേ, വീഡിയോസ് ഇട്ടിട്ടില്ലേ അവർക്കുള്ള? നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ മനസ്സിലുണ്ടായിരിക്കും, നിങ്ങളൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന പെണ്ണും പിള്ളേരെയൊക്കെ ആരാധകരായിരിക്കും, അതാണ് അവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടുന്നത്. അങ്ങനെ കുരു പൊട്ടുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ച് പഞ്ഞിയും ബേറ്റാഡിനും കുറച്ച് അധികം കഴുകിക്കോ, ഉപയോഗിച്ചോ നിങ്ങൾ. അപ്പോൾ ആ കുരു പൊട്ടലങ്ങ് മാറിക്കോളും. അല്ലാതെ നിങ്ങൾക്ക് പൊട്ടിയ കുരു ഒലിപ്പിക്കാനായിട്ട് എൻ്റെ ചാനലിലേക്ക് വരണ്ട കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഇതൊന്നും പറയാനായിട്ടല്ല, ഞാൻ ഇത് പറഞ്ഞെന്നേ ഉള്ളൂ. ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനലിൽ അങ്ങനെ പ്രത്യേകിച്ച് മതം വർഗമൊന്നുള്ള ഇതൊന്നുമില്ല, മനസ്സിലായില്ലേ? നമുക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നതും നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പകുതി രണ്ട് കൂട്ടരും ഉണ്ട്. നമ്മൾ അവർക്കിടയിലാണ് ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നത്. അവർക്ക് പിന്നെ ഈ പറയുന്ന കണക്ക് പെരുന്നാൾ വരുമ്പോൾ നമുക്ക് ബിരിയാണി കൊണ്ടുതരും, നമുക്ക് ഓണം വരുമ്പോൾ നമ്മൾ വിളിച്ച് അവർക്ക് സദ്യ കൊടുക്കും. നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടിയാണ് നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലൊരു ഉത്സവം വരുമ്പോൾ അവർ പിരിവ് കൊടുക്കും. നമ്മളെ കൂടെ തന്നെ, അമ്പലത്തിനകത്തൊന്നും അവർ കയറത്തില്ല, അത് വേറൊരു കാര്യം. പക്ഷേ അവർ നമ്മളെ കൂടെ തന്നെ ഘോഷയാത്രകളിലും എല്ലാത്തിലും ഒപ്പം കാണും, അത്രയും സ്നേഹമായിട്ട്. നമ്മുടെ ക്ഷേത്രത്തിലൊരു അന്നദാനം വരുവാണെങ്കിൽ അവരവിടെ ഭക്ഷണം കഴിക്കാനും വരാറുണ്ട്. അവർ ജാതി മതമൊന്നും നോക്കി മാറി നിൽക്കത്തില്ല. പക്ഷേ ക്ഷേത്രത്തിനകത്ത് അവർ കയറത്തില്ല, അത്രയേ ഉള്ളൂ. അതാണ് മാന്യത മര്യാദ എന്നൊക്കെ പറയുന്നത്, അല്ലാതെ ഇതൊന്നുമല്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇഷ്ടമില്ലാത്ത സഹോദരങ്ങളെല്ലാം പൊയ്ക്കോളുക. എൻ്റെ ഈ ചാനൽ ഒരു വർഗീയതയും വിളമ്പാൻ വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ വർഗീയവാദികളൊന്നും ഇങ്ങോട്ട് വരികയും വേണ്ട. അത് ഏത് മതത്തിലുള്ള ആളുകളായാലും. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചാനലേ അല്ല ഇത്. നമുക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നൊന്നുമില്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പരിശോധിക്കുന്ന ഡോക്ടർ മുസ്ലിം ആണെങ്കിൽ അയ്യോ വേണ്ട, എന്നെ ഒരു ഹിന്ദു ഡോക്ടർ നോക്കിയാൽ മതി എന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നെ നോക്കുന്നത് എൻ്റെ കുട്ടികളെ 2 പ്രസവവും ഒരു മുസ്ലിം ഡോക്ടർ തന്നെയാണ് നോക്കിയത്. ആ സമയത്ത്, ആ ഡെലിവറി സമയത്ത് എനിക്ക് അവർ ദൈവമായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ 2 കൈ കൊണ്ടും തൊഴുതു. അമ്മയെന്നാണ് വിളിച്ചത് ഞാൻ ആ ഡോക്ടറെ. നിസാ ബീഗം എന്ന് പറയും, ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ എന്താണ് പറയുന്നത്, നിത്യഹരിതം പ്രേം നസീർ സാറിൻ്റെ അനന്തരവള മറ്റോ ആണ്. നിസാ ബീഗം എന്ന് പറയും, NN നിസാ ബീഗം. അവരായിരുന്നു ശരിക്കും ദൈവത്തെ പോലെയാണ് ആ സമയത്ത് എനിക്ക് അവരെ തോന്നിയത്. എൻ്റെ 2 ഡെലിവറികളും അവരായിരുന്നു നോക്കിയത്. നമ്മൾ അതുപോലെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ പർദ്ദയിട്ട സ്ത്രീ ആണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കും. അതുപോലെ നമ്മളൊരു അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ നമുക്ക് ബ്ലഡ് തരുമ്പോഴത്തേക്ക് അയ്യോ ഇത് മുസ്ലിമിൻ്റെ ബ്ലഡാണോ, ഓ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇത് ഹിന്ദുവിൻ്റെ ബ്ലഡാണോ, എനിക്ക് ഹറാമാണ് എന്നാരെങ്കിലും പറയുമോ? ഇല്ലല്ലോ, ആരും അങ്ങനെ ഒന്നും പറയില്ല. തെറ്റും ശരികളും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അയ്യോ കുറ്റം പറഞ്ഞത് നമ്മളുടെ ഭാഗത്തുള്ള താത്താമാരുടെ കുറ്റമാണോ ഇവരിരുന്നോണ്ട് പറയുന്നത്, ഓ ഇത് അനുവദിച്ചു കൊടുത്തൂടാ. ഇങ്ങനെയാണ് ഇവിടെ ചിന്താഗതി വരുന്നത്. അങ്ങനെയല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഈ ജസ്ലെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ നമ്മുടെ കോടതി ഓടിച്ചു വിട്ടതാണ്. ഇനി അതേക്കുറിച്ച് പറയുന്നില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അടഞ്ഞ അധ്യായമാണ് ജസ്ല സലീം എന്ന് പറയുന്നത്. ഇനി പറയണം എന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ ചാനലിൽ വന്നിട്ട്. ഇതിപ്പോൾ ജസ്ല സലീം എന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ കോടതി തന്നെ ഒഴിവാക്കി വിട്ട കേസാണ്. അതുകൊണ്ട് ജസ്ലയെ കുറിച്ചിട്ട് ഞാനിവിടെ പറയില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അതേ ഒരു പെണ്ണ് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ മതി. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
കൊടുങ്ങല്ലൂർ അമ്മയെ വേണ്ട, മൂകാംബിക അമ്മയെ വേണ്ട, കൊട്ടാരക്കര ഗണപതിയെ വേണ്ട, വൈക്കത്തപ്പനെ വേണ്ട. ഇങ്ങനെ പറയാനാണെങ്കിൽ എണ്ണിയാ തീരാത്ത അത്രയും ക്ഷേത്രങ്ങളുണ്ട്. പഴനി കിടക്കുന്ന മുരുകനെ പോലും വേണ്ട. എല്ലാവർക്കും ഗുരുവായൂർ ഉണ്ണികൃഷ്ണനെ മാത്രം മതി. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് താത്തമാരൊക്കെല്ലാം ഗുരുവായൂർ കണ്ണനെ വേണം. ഇപ്പോൾ ഒരെണ്ണം. പിന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഇപ്പം വന്ന പെണ്ണെന്ന് വെച്ചാൽ നേരത്തെ ഹിന്ദു ആയിരുന്നു. അവളുടെ വിവാഹം ഒരു മുസ്ലിം ചെറുക്കനുമായിട്ടാണ് ഇപ്പം നടന്ന സമയത്ത് അവൾ മതം മാറി, അവൾ മുസ്ലിമായി. പിന്നെ മതം മാറി മുസ്ലിമൊക്കെ ആയതിനു ശേഷം കല്യാണത്തിന് തൊട്ട് മുമ്പത്തെ ദിവസം കൊണ്ട് അവൾ ഗുരുവായൂർ വന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണനെ കാണാൻ വന്നു. അതിനൊക്കെ ശേഷം കല്യാണം കഴിഞ്ഞു, മതം മാറി. എന്നിട്ട് ഇതേ ഇപ്പോഴും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്. അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? അതിന് പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? അവളുടെ കെട്ടിയോനും. പിന്നെ അവളുടെ കെട്ടിയോൻ്റെ വീട്ടുകാർക്കൊക്കെ താല്പര്യമില്ലെങ്കിൽ ഇവർക്ക് എന്തായാലും വരാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നു അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വരാൻ പറ്റില്ല തന്നെ. അപ്പോൾ അവരും സപ്പോർട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പെങ്കൊച്ച് ഇപ്പം എന്തിനാണ് അവിടെ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതല്ലെങ്കിൽ വേറൊരു ചോദ്യം എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, എന്താണ് മറുപടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യൂ. എൻ്റെ ചാനലിൽ വരുന്ന ആളുകളെല്ലാവരും കമൻറ്റ് ചെയ്യൂ. ഒന്നുമല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞു, അവൾ ഭർത്താവുമായിട്ട് ജീവിക്കുന്നു, മതം മാറി. ഇപ്പോൾ മതം മാറിയതിന് ശേഷം അവൾ വീണ്ടും ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഇപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് അവളുടെ കെട്ടിയവനാണ്. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിയവൻ വിവാഹം കഴിക്കുന്ന സമയത്തിന് മതം മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവന് അവളെ ഹിന്ദുവായിട്ട് തന്നെ അങ്ങ് കെട്ടിയാൽ പോരായിരുന്നോ? അവൻ്റെ മതത്തിലേക്ക് അവളെ ചേർത്തു, വിവാഹം കഴിച്ചു, ഒരുമിച്ച് ജീവിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ പിന്നെ അവളെ ഗുരുവായൂരേക്ക് പറഞ്ഞു വിടേണ്ട കാര്യം എന്താണ്? നിങ്ങളൊന്ന് ആലോചിക്കുക. എന്താണ് അതിൻ്റെ ഒരു ലോജിക്കെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത്. ഇപ്പം ഇതേ ഗുരുവായൂർ അവൾ വരുന്നു. ഇനി ശ്രീകൃഷ്ണനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടോ ഭക്തി കൊണ്ടോ ആണെന്ന് വെക്കുക. ശ്രീകോവിലിൽ പോയി വലം വെച്ച് തൊഴുത് നെറ്റിയിൽ പ്രസാദവും തൊട്ട് നമുക്ക് എന്ത് സന്തോഷമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഇലത്തുമ്പിൽ തരുന്ന ആ പ്രസാദം തൊട്ട് നെറ്റിയിലിട്ട് ഒരു തീർത്ഥജലം ഒരിറ്റ് നമ്മുടെ നാവിൻ മുമ്പിൽ ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് വന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ എത്ര നമുക്ക് വിഷമത്തിലിരുന്നാലും നമ്മളൊന്ന് ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുത് വീട്ടിൽ തിരികെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പെണ്ണ് ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന്റെ പ്രസാദം നെറ്റിയിലിട്ട് അനുഗ്രഹം മേടിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ വന്നത്? ആരെ കാണിക്കാനാണ്, ആരെ കാണാനാണ് വരുന്നത്? ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവൾ വന്നപ്പോൾ ഇവൾ ഇട്ടിരുന്ന വേഷമെന്ന് വെച്ചാൽ കണ്ടിട്ട് എനിക്ക് ചുരിദാർ പോലെ തോന്നുന്നില്ല, പർദ്ദ പോലെയാണ് തോന്നുന്നത്. ശരിക്കും കണ്ടാൽ അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്, അറിയാൻ പറ്റുന്നില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ. തലയിൽ തട്ടം ഇട്ടിട്ടുണ്ട്. ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ തട്ടം ഇങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് അവൾ കഷ്ടപ്പെട്ടിങ്ങനെ പിടിച്ചിരുന്നുണ്ട്. അത്രയും തട്ടത്തിൻ്റെ കൂടെ സ്നേഹമുണ്ട് അവൾക്ക്. അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ തട്ടം ഇങ്ങനെ ഒഴുകി പോകുന്നു, പെണ്ണ് പിടിച്ചിങ്ങോട്ടിടുന്നു, വീണ്ടും പോകുന്നു, പെണ്ണ് വീണ്ടും വിടുന്നു. എന്തൊരു ഇഷ്ടമാണ് തട്ടത്തിൻ്റെ കൂടെ ഇത്രയും ഇഷ്ടമുള്ള ഇവൾ എന്തിനാണ് ഗുരുവായൂർ വരുന്നത്? അവൾക്ക് ആ തട്ടം ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നാൽ പോരെ? ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളോടാണ് പറയേണ്ടത്. നിങ്ങൾ ഇതൊന്നും അനുവദിച്ച് കൊടുക്കരുത് കേട്ടോ. ഇത് അനുവദിച്ച് കൊടുക്കരുതെന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള ഈ ഒരു സ്നേഹത്തിനും ഈ ഒരു ഐക്യതയ്ക്കൊക്കെ ഇത് തടസ്സമാവും, ഇന്നല്ലെങ്കിൽ നാളെ. സത്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പോലും ഞാൻ ജസ്ല സലീമിനെ എതിർത്ത് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുത്തിത്തിരിപ്പുള്ള കമൻ്റ് ഇടാനായിട്ട് ആളുകളുണ്ടായിരുന്നു. ഈ പറയുന്ന കക്ഷികൾ തന്നെ പറയുന്നു ഞങ്ങളുടെ മതത്തിൽ നിന്നും പണ്ടേ അടിച്ചിറക്കി വിട്ടവളാണ് ജസ്ല സലീം എന്ന് പറയുന്നുണ്ടെങ്കിലും പലരും അവർക്ക് വേണ്ടിയിട്ട് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നാളൊരു സമയം ഈ താത്തച്ചിമാർ ഇവിടെ ഗുരുവായൂർ വന്ന് കിടക്കുമ്പോൾ ഇവരെ നമ്മൾ ഹിന്ദുക്കൾ തീർച്ചയായും വിമർശിക്കും. ഈ വിമർശിക്കുമ്പോൾ അതിൽ കുറേ ആളുകളെങ്കിലും ചിന്തിക്കും,
നമ്മുടെ വർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണല്ലോ മറ്റുള്ളവർ ഇങ്ങനെ വിമർശിക്കുന്നത്, അതും അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കും വിദ്വേഷങ്ങൾ ഉണ്ടാവുന്നത്. അത് ഒടുവിൽ ചിലപ്പോൾ വലിയ സംഘർഷത്തിലും കലാപത്തിലും ഒക്കെ കൊണ്ടെത്തിച്ചു എന്നൊക്കെ വരാം. അപ്പോൾ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും ഉണ്ടാവണ്ട. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോഴോ അവരെല്ലാവരും ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നില്ല. എല്ലാ മക്കളും നല്ല ചേർന്നാണ് നിൽക്കുന്നത്. അവരത്രയും ചങ്കായിട്ടാണ് ജീവിക്കുന്നത്. പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പോഴെന്ന് വെച്ചാലുണ്ടല്ലോ, സ്കൂളിൽ ഇപ്പോൾ തിരുവാതിര കളിക്ക് വരെ ഉണ്ട് മഞ്ചത്തി കുട്ടികൾ. അത്രയും സ്നേഹമായിട്ടാണ് അവർ ജീവിക്കുന്നത്. കുട്ടികൾ തമ്മിൽ അത്രയും ഐക്യതയും സ്നേഹമൊക്കെയാണ്. ഓണാഘോഷമൊക്കെ ഒരുമിച്ച് എത്ര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പെരുന്നാളൊക്കെ കുട്ടികൾ തോൾ ചേർന്നാണ് സന്തോഷമായിട്ടിരുന്ന് ഒരുമിച്ച് ബിരിയാണി കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികൾക്കിടയിൽ പോലും തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇവർ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായും വിമർശിക്കും, എതിർക്കും. അപ്പോൾ അത് നിങ്ങളിൽ പെട്ടുന്ന കുറേ ആളുകൾക്കെങ്കിലും കുരു പൊട്ടാൻ ഇടവയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മതഭ്രാന്തരുണ്ട്. അത് എല്ലാ വർഗത്തിലും ഉണ്ട്. ഹിന്ദുക്കളിലും ഉണ്ട്, മുസ്ലിങ്ങളിലും ഉണ്ട്, ക്രിസ്ത്യാനികളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് അവരെ വിമർശിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. അവർ ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് വിമർശിക്കുന്നത്, ഇത് അനുവദിച്ച് കൊടുത്തുകൂടാ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് അവർ സംഘടിക്കുമ്പോഴാണ് പല കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ രാജ്യത്ത് വേണ്ട. ഇങ്ങനെയുള്ള പരസ്പര സ്നേഹമില്ലായ്മയൊന്നും വേണ്ട. നമുക്ക് എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് സ്നേഹത്തോടെ തോൾ ചേർന്ന് നിൽക്കാം. അതാണ് വേണ്ടത്. നമ്മൾ അങ്ങനെയല്ലേ കഴിയേണ്ടത്. ഇതുവരെയും നമ്മൾ അങ്ങനെയല്ലേ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ വീട്ടിലിരുത്തുക, ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക. അത്രയും ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ആരും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് പള്ളികളിലേക്ക് വരുന്നില്ലല്ലോ. ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാനോ അല്ലെ വേറെ ആരോ ആവട്ടെ, ഇതുപോലെ പൊട്ടുവിട്ട് കുറിയിട്ട് സിന്ദൂരവും തൊട്ടിട്ട് പള്ളിയുടെ മുന്നിൽ വന്ന് നിൽക്കാതെ പള്ളിക്കകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങളങ്ങ് മിണ്ടാണ്ടിരിക്കും. രണ്ടാമത്തെ ദിവസം വരുവാണെങ്കിൽ ചെവിക്കൽ പുളക്കം അടിയും തന്ന് ചവിട്ടി കൂട്ടി ഒരു മൂലക്കിടും. ഇറങ്ങിപ്പോടി ഡീഷ് എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചെറ്റി അങ്ങ് വിടും. ഇതാണിപ്പോൾ നടക്കുന്നത്. പക്ഷേ അതേസമയം ഇവരിങ്ങനെ വരുന്നു. ജസ്റ്റ് ആരെങ്കിലും ദേഷ്യപ്പെട്ട് ഇവരെ ഒന്ന് പുഷ് ചെയ്താലും മതി. അവിടെ അത്രയും മതി എല്ലാം കൂടി കത്തിപ്പടരാനായിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നിങ്ങളെ സംഘടന തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വർഗം തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. തമ്മിത്തല്ല ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഒരു വ്യത്യാസവും ഇല്ല. നമ്മളാരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറവുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും ഐക്യതയോടുകൂടി പോകാം. ഇപ്പം ഇവക്ക് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാനുള്ള കൊതി കൊണ്ട് കല്യാണത്തിന് മുമ്പ് അവൾ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് ഗുരുവായൂർ വന്നിട്ടുണ്ട്. ഗുരുവായൂർ വരുമായിരുന്നു. ഇവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും കൃഷ്ണനെ കാണണമെന്ന് ആഗ്രഹം തോന്നി വന്നവർക്ക് ഒരു കാര്യം ചെയ്തുവിടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരണം. എനിക്ക് പറഞ്ഞു തരണം. ഉത്തരം നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിടണം. അതല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ. അങ്ങനെയുള്ള ഇതിൽ കൃഷ്ണനെ കാണാൻ കൊതിയായിട്ട് അവൾ വന്നതെങ്കിൽ അവൾക്കൊരു സെറ്റ് മുണ്ട് എടുത്തിട്ട് വന്നുകൂടായിരുന്നോ? ഇവക്ക് ഈ തലയിൽ തട്ടം ഒഴിവാക്കിയിട്ട് ഇവക്ക് നെറ്റിയിലൊരു പൊട്ട് വെച്ച് വന്നുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്? അപ്പോൾ കൃഷ്ണനെ കാണാനൊന്നും അല്ല വന്നത്. എന്നാൽ എല്ലാവർക്കും ഇല്ല കാലിച്ചന്ത പോലെ എല്ലാവർക്കും വന്നിങ്ങനെ പോകാനുള്ളൊരു സ്ഥലമാണോ ഗുരുവായൂർ ക്ഷേത്രം? അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലയെന്ന്. അത്രയും സെക്യൂരിറ്റി ഉള്ള ക്ഷേത്രമാണ്. ഭൂലോക വൈകുണ്ഠം എന്നല്ലേ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഒരുത്തി കിടന്ന് കണ്ണാ 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 അയലത്തെ വീട്ടിലെ ശങ്കരേട്ടനെ വിളിക്കുന്ന കണക്ക് കണ്ണാ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വിളിക്കുന്നത് അങ്ങനെയല്ല, കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അവർ കണ്ണാന്നാ മൂക്കാന്നാ എന്തുവേണേലും വിളിക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തന്നെ ലക്ഷ്യമിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, മറ്റൊന്നിനും വേണ്ടിയിട്ട് പറയുകയല്ല. എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെയായിട്ട് ഒരു യുവാവ് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ ആ യുവാവിന് റിപ്ലൈയും കൊടുത്തായിരുന്നു അതിനുള്ള.
അപ്പോൾ ആ പുള്ളിക്കാരൻ ഇട്ടത് എന്താണെന്ന് അറിയുമോ? ജസ്ല സലീമിൻ്റെ കാര്യത്തിലാണ് ഇട്ടിരുന്നത്. ഞാൻ ഗുരുവായൂർ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഉത്സവ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അമ്പലത്തിലൊക്കെ ഹിന്ദുക്കളുടെ കൂടെ പോവാറും എടുക്കാറും ഒക്കെ ഉണ്ട്. എനിക്ക് മതമെന്നുള്ള ആ ഒരു വ്യത്യാസമോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു. ഇതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലും വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മളൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ തൊഴുവാൻ പോകുന്നെങ്കിലും പോയിട്ട് നമ്മൾ തിരിച്ച് അതുപോലെ അങ്ങ് പോവും, അല്ലാതെ ഞങ്ങൾ റീൽസ് എടുക്കാനൊന്നും നിൽക്കാറില്ല എന്നും പറഞ്ഞായിരുന്നു ആ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലിട്ടു, എന്തായാലും അപ്പോൾ ഞാൻ തിരിച്ച് കമൻ്റ് ഇട്ടത്, എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന്, എന്നിട്ട് താങ്കൾ അവിടെ കയറിയത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, താങ്കൾ എന്തായാലും പോയത് പോയി, ഇനി ഇതൊന്നും അങ്ങനെ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. കാരണം ജസ്ല സലീമിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ ആളുകൾക്ക് ഇഷ്ടമല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി താനായിട്ട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ റീപ്ലേയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അറിഞ്ഞും കേട്ടും വരുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, പക്ഷെ ആരെയും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. മുണ്ടെടുക്കുന്നതിൻ്റെ രീതി അങ്ങ് മാറ്റി കൊടുത്താൽ ആരും അറിയത്തില്ല. അതുപോലെയൊക്കെയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളാരും ഒന്നും അറിയുന്നില്ല. അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആധാർ കാർഡ് നിർബന്ധമാക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറണോ, ആധാർ കാർഡ് മസ്റ്റ് ആക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കൂ. അത് കോടതിയിൽ നിന്ന് തന്നെ ഒരു വിധി ഉണ്ടാവണം, ആധാർ കാർഡ് നിർബന്ധമായിട്ടും കാണിക്കണം എന്നും പറഞ്ഞിട്ട്. ഓരോന്നിനും നമ്മൾ ഒഴിവാക്കി വിടുമ്പോഴത്തേക്ക് അടുത്തത് തലപൊക്കിക്കൊണ്ട് അങ്ങോട്ട് വരികയാണ്. ഇടിച്ചിടിച്ച് ഇങ്ങോട്ട് കയറി വരികയാണ്. ഇവർക്ക് എന്താ കൊടുങ്ങല്ലൂർ പോകണ്ടേ? അവിടെ എന്താ ഭദ്രകാളി ആയതുകൊണ്ട് പേടിയാണോ? ഏതെല്ലാം ദേവീക്ഷേത്രങ്ങളുണ്ട് എൻ്റെ പൊന്നും, അറിയപ്പെടുന്ന ഏതെല്ലാം ദേവീക്ഷേത്രം. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു ഭദ്രകാളി ഭക്തയാണ്. എനിക്ക് ഭദ്രകാളി അമ്മയാണ് കൂടുതൽ ഇഷ്ടം. ശ്രീകൃഷ്ണനെ ഇഷ്ടമാണ്, ഗണപതിയെ ഇഷ്ടമാണ്, അയ്യപ്പനെ ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. നമുക്ക് 33 ദൈവങ്ങളല്ലേ നമ്മുടെ വിശ്വാസങ്ങളിലുള്ളത്. നമുക്ക് എല്ലാ ദൈവങ്ങളെയും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഇവരുടെ അടുത്തൊന്നും പോവാത്തത് എന്തേ? എല്ലാവർക്കും ഗുരുവായൂരപ്പനെ മതി. എന്ത് ചെയ്യാനൊക്കും? എൻ്റെ ഗുരുവായൂരപ്പ നീ തന്നെ നിന്നെ കാക്കണേ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? എന്തായാലും ആ പെണ്ണ് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിട്ട് തന്നേക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ പറയാനുള്ളത് തുറന്ന് പറയാതിരുന്നാൽ ശരിയാവത്തില്ല. ഞാൻ എന്തിനാണ് വെറുതെ മനസ്സ് ഇട്ടുകൊണ്ട് കിടക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അടിയിലേ കുരു പൊട്ടിയൊലിച്ചൊക്കെ ആരെങ്കിലും വരുന്നെങ്കിൽ ബീറ്റാഡിനും പഞ്ഞിയും ഫ്രീ ആയിട്ട് നിങ്ങൾ തന്നെ കൊടുത്തോളണം കമൻ്റ് ഇടാൻ വരുന്നവർ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി മറ്റൊരു എപ്പിസോഡ് ഇതുപോലെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം. ബായ്.